നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ അഖൽതും ബിഹി അൻ തളില്ലു കിതാബല്ലാഹ് വഇത്രതി അഹ്ലു ബൈതി. അല്ലയോ ജനങ്ങളെ, തങ്ങൾ പറയാണ്, നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോകൂല. ഒന്ന് അള്ളാഹുവിൻ്റെ കലാമാണ്, രണ്ടാമത്തേത് എൻ്റെ പേരക്കുട്ടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ മക്കളെ ആദരിക്കുന്നവൻ അർബഅത്തുൻ അന ശഫീഉൽ ലഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്തിന് അവനുണ്ട് കേട്ടോ. ആരാണ് ആ നാല് കൂട്ടരെ? അൽ മുക്രിമു ലിദുർരിയത്തി, എൻ്റെ മക്കളെ ആദരിക്കുന്നവനാണ്, ബഹുമാനിക്കുന്നവനാണ്. എന്നാൽ വേദനിപ്പിക്കുന്നവനുണ്ടോ? അവന് ശഫാഅത്തില്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും, ഇനി നല്ലൊരു വീടിൻ്റെ പേരിലാണെങ്കിലും, കാറിൻ്റെ പേരിലാണെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും അവരെ വേദനിപ്പിക്കുന്നവനുണ്ടോ? അവന് മോനെ നാളെ ശഫാഅത്തില്ല. വൽ ഖാദി ലഹും ഹവായിജുഹും, അവരുടെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കുന്നവനാണോ? പാവപ്പെട്ട എത്രയോ അഹ്ലു ബൈത്തിന്റെ ആളുകൾ വളരെ വിഷമിക്കുന്ന ആളുകളുണ്ട്, അവരുടെ വിഷമം തീർക്കുന്നവരാണോ? അവന് ശഫാഅത്ത് കിട്ടിപ്പോയി. വസ്സാഇ ലഹും ഫീ ഉമൂരിഹിം ഇൻദ ഇത്റാദിഹിം, അവർക്ക് വിഷമമുള്ള സമയത്ത് അവരുടെ കാര്യത്തിൽ ഓടി നടന്നവനും പ്രതീക്ഷയുണ്ട് കേട്ടോ. വൽമുഹിബ്ബു ലഹും ബിഖൽബിഹി വലിസാനിഹി, മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ പോരാ, അവരോട് തുറന്ന് പറഞ്ഞോ. നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഇഷ്ടമങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നാളെ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമല്ലോ. അല്ലാഹ് അതിനൊരു വസീലയായി അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സു ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.